ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവുമായുള്ള ഒരു ബന്ധത്തിലായി കഴിഞ്ഞാൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്? എന്നെ രക്ഷിച്ച, എന്നെ പാപക്കുഴിയിൽ നിന്ന് രക്ഷിച്ച, എനിക്ക് വേണ്ടി മരിച്ച, എൻ്റെ പാപങ്ങളെ വഹിച്ച ഈ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് വെൽ. എല്ലാ വ്യക്തികൾക്കും സ്വർഗം ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരമായിട്ടുള്ളൊരു ദൈവ പദ്ധതി, ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ളൊരു പ്രവൃത്തി ഭൂമിയിലുണ്ട്. ഇറ്റ് ഡിഫേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, ബട്ട് എവറി പേഴ്സൺ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് ഹാസ് സംതിങ് ടു ഡു ഫോർ ദി കിങ്ഡം ഓഫ് ഗോഡ്. സോ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തായി നമ്മൾ തീരണം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം. Now when he was in Jerusalem at the Passover during the feast, many believed in his name when they saw the signs which he did, but Jesus did not commit himself to them. അതായത് കർത്താവായ യേശു ക്രിസ്തു താൻ പാസ് ഓവർ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തപ്പോൾ അനേകം പേര് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചെന്ന്. കാരണം കർത്താവായ യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പീപ്പിൾ were thronging towards him. People were trying to seek Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ നിരന്തരമായി പ്രശംസിക്കുകയും നിരന്തരമായി ഉയർത്തുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനേകം പേര് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത്. അതിനുശേഷം കർത്താവിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. ബട്ട് ജീസസ് ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ് ടു ദെം. കർത്താവായ യേശു ക്രിസ്തു ഈ ആഘോഷിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന്. ജീസസ് ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ് ടു ദെം. ടു ഹൂം? കർത്താവായ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രൈസ് ചെയ്യുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന, പിൻപറ്റുന്ന ജനത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന്. അതിനുശേഷം എഴുതിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഫോർ ഹീ ന്യൂ വാട്ട് വാസ് ഇൻ മാൻ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു മനുഷ്യൻ ഇൻട്രിൻസിക്കലി എന്താണ് എന്നുള്ളത്, മനുഷ്യൻ അകമേ എന്താണ് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, വൺ മേജർ തിങ് വൈ ജീസസ് കുഡ് ഫുൾഫിൽ ഹിസ് മിനിസ്ട്രി, ഐ വുഡ് സേ, ഇസ് ദിസ് റീസൺ. ജീസസ് ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ് ടു ദ പീപ്പിൾ who were applauding him, who were appreciating him, who were actually following him, who were fans of Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുന്നവരെ, ആരാധിക്കുന്നവരുടെ കയ്യിലേക്ക് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. സോ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. ഹി ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ് ടു ദെം ഹൂ വർ പ്രൈസിങ് ഹിം. തന്നെ പുകഴ്ത്തുന്നവരുടെ കൈകളിലേക്ക് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. Now let us take the example of people of this world. For example, a film star or a sports star. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായി ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആരാധകരുണ്ടാകുന്നു, അവർക്ക് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ജനമുണ്ടാകുന്നു. And normally what happens? These film stars or people who are of fame commits themselves to the people who are following them. അതുകൊണ്ടാണ് പൊതുവെ പ്രശസ്തരായിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികൾക്കോ വിശ്വാസത്തിലേക്ക് പോലും വരുവാൻ ഭയങ്കര പാടായിത്തീരുന്നത്. ബിക്കോസ് ദേ ആർ ബീയിങ് ബ്ലൈൻഡഡ് ബൈ ദ വേൾഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദ വേൾഡ്. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ വിത്ത് ജീസസ്, ബിക്കോസ് ജീസസ് ഡിഡ് നോട്ട് കമ്മിറ്റ് ഹിംസെൽഫ് ടു ദെം. മനുഷ്യരുടെ കൈകളിലേക്ക് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. താൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനാന്ന് തനിക്കറിയാമായിരുന്നു, തൻ്റെ ലക്ഷ്യം എന്താണെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ തന്നെ സൂക്ഷിച്ചു ഫ്രം ബീയിങ് ക്യാരിഡ് ഓഫ് ബൈ ദ വേൾഡ്. സോ ഐ വുഡ് സേ one of the greatest or biggest criteria for being used by God is not committing yourselves to the world. നമ്മളെ തന്നെ ലോകത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. കാരണം ശുശ്രൂഷകരെ സംബന്ധിച്ച്
especially ministers or people who serve the Lord, you are always in a position where you can commit yourselves to the world or the people. നിങ്ങൾ നന്നായി പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നന്നായി വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ പുറകെ നിങ്ങളെ ഉയർത്തി പറയാൻ പുകഴ്ത്താനൊക്കെ അനേകം പേരുണ്ടാവാം. If you commit yourselves to them, you will not be able to finish your race the way God wants it. വചനത്തിലൊരു മനോഹരമായ ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം മുതൽ. Then Jesus said to his disciples, "If anyone desires to come after me, let him deny himself and take up his cross and follow me. For whoever wants to save their life will lose it, but whoever loses their life for me will find it." പ്രിയരെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, എന്നെ ആരെങ്കിലും പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ he should or she should deny themselves. സ്വയം ഇല്ലാതാവണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം ഇല്ലാതാകുമോ അത്രമാത്രം ദൈവത്തിൻ്റെ കൈകളാൽ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. പ്രിയമുള്ളവരെ, so that is one great thing that we have to know. If we start committing ourselves to the world, നമുക്കുണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെയോ വ്യൂസിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ ആ പുകഴ്ത്തുന്നതിൻ്റെ ആൾക്കാരുടെയോ എണ്ണത്തിൻ്റെയോ പേരിൽ നമ്മൾ നമ്മുടെ വലിപ്പത്തെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പ്രിയമുള്ളവരെ, വി വിൽ സ്ലോലി ബിക്കം ബ്ലൈൻഡ് ടു വാട്ട് ഈസ് റിയൽ. സത്യസന്ധമായ ആത്മീയ വളർച്ച കാണാതെ വണ്ണം നമ്മൾ അന്ധരായിത്തീരും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കൊന്ന് ശ്രദ്ധിച്ച്, ഇറ്റ് ഈസ് അബൌട്ട് ഡിനൈങ് ourselves. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പോലും പറഞ്ഞത്, ഞാനോ കുറയണം, കർത്താവായ യേശുക്രിസ്തുവാണ് വളരേണ്ടത്. So the more we become less, the more we become empty, the possibility of being used by God increases. പ്രിയരെ, ഇനിയും അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്തു നോക്കി. അപ്പോസ്തല പ്രവർത്തികളിൽ അപ്പോസ്തലന്മാർ എന്തുമാത്രം അത്ഭുത പ്രവർത്തികളാണ് ചെയ്യുന്നത്. But they could do it because they were dead to themselves. അവരെ തന്നെ സ്വയം ഇല്ലാതാക്കാൻ പരിശീലിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിക്കോസ് യു നോ വൈ? ബിക്കോസ് അപ്പോസ്തലനായ പത്രോസിൻ്റെ നിഴലടിച്ച് രോഗികൾ സൗഖ്യമാകുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ റൂമാലിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. അവർ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. ബട്ട് വൈ വേർ ദേ നോട്ട് ക്യാരിഡ് ഓഫ് ഈവൻ വെൻ ദേ കുഡ് ഡു സച്ച് ഹ്യൂജ് മിറക്കിൾസ്? അവരുടെ കൈകളാൽ ഇത്രയും ഉയർന്ന അത്ഭുതങ്ങൾ നടന്നിട്ടും അവരെന്തുകൊണ്ട് അതിൻ്റെ ചിറകിലേറി സഞ്ചരിച്ച് അന്ധരായി പോയില്ല? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം they were dead to the world. They were not ready to be taking the appreciation and the good words of the world and blind themselves, but they could focus on Christ because they were dying to themselves every single day. So if we desire to be used by God, പ്രിയരെ, നമ്മൾ എന്തുമാത്രം ഇല്ലാതാകുമോ അത്രമാത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. So what is the best thing that we can do so that we can be used by God? നമ്മുടെ സ്വയം പുകഴുന്നതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. If you are so fond about your outer appearance, stay away from it. Seek the help of the Lord. If you are so fond of wearing so much of makeups, stay away from it. Because if you start focusing on yourselves more than you shouldn't, you cannot be dead the way you are supposed to be so that the glory of God can shine through you. You can go work out in a gym, but if you are so fond of showing off your muscles, you cannot be dead and do something for the glory of God. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് എന്നവണ്ണം ചെയ്യുക, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ചെയ്യുക. ഡു ഓൾ പോസിബിൾ തിങ്സ് ടു കീപ് യുവർ സെൽസ് അവേ ഫ്രം ഇംപ്രസിങ് അതേഴ്സ്, ടു പ്ലീസ് അതേഴ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, അത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനാണെങ്കിൽ, പ്ലീസ് ചെയ്യാനാണെങ്കിൽ, ഡെലിബറേറ്റ്ലി അതിൽ നിന്ന് മാറി നിൽക്കുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന ആയിക്കോട്ടെ. ഇഫ് ഇറ്റ് ഈസ് ടു പ്ലീസ് someone, stay away from it. If it is about posting or making a reel in an Instagram or TikTok, and if it's to please yourselves and please others and to seek appreciation, stay away from it if you desire to be used by God. So that's how we become less of ourselves, and the more the less we become of ourselves, we will become a weapon in the hands of God to be used by God, and then we will really live more meaningful life than we are doing things for ourselves. മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനേക്കാൾ
1000 മടങ്ങ് സന്തോഷം പ്രിയമുള്ളവരെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതം കാരണം വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. റിയൽ ഹാപ്പിനെസ്, ദോസ് ആർ റിയൽ തിങ്സ്, rather than following what is not real, seeking for somebody else's affirmation. Look at the world today, പ്രിയമുള്ളവരെ. Take Instagram and click on that search button and scroll. You can see people out there doing almost every possible filth on the face of the earth so that they can get some attention of the world. എന്തും ചെയ്യാൻ തയ്യാറാ, ആരെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, എന്തും ചെയ്യാൻ തയ്യാറാ for somebody else to like or comment on their video. That is the state of the world today. Look at TikTok, look at the social media boom that is happening. Why it is happening? Because now people got an opportunity to exhibit themselves so that they can seek for fame. ലോകത്തിൻ്റെ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു തലമുറയെ നമുക്കവിടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, as born again believers, if we don't feel the responsibility to bring them out of that pit, I must say this thing, we haven't understood what it means to follow Christ. Priyamullare, let me conclude by saying this. If you want to be used by God, get rid of yourselves. If you want to be used by God, die to yourselves. And by any means I'm not saying that നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ ദയനീയമായി തീരുമെന്നോ പരാജയമായി തീരുമെന്നോ ലാക്ക് ഓഫ് എനർജി ഉള്ള ഒരു ജീവിതമായി തീരുമെന്നോ. നോ, ദ മോർ യു ബിക്കം റിഡ് ഓഫ് യുവർ സെൽഫ്, യു ക്യാൻ സീ ഗോഡ് വർക്കിംഗ് ഇൻ ആൻഡ് ത്രൂ യു, മേക്കിംഗ് മോർ സെൻസ് ടു ദ വേൾഡ്, making more sense to yourselves, and that will be the ignition factor in our life to keep ourselves going forward, because we are living a real life for a real king who is going to come back. God bless you.